2020 പുറത്തിറങ്ങിയ ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് ദ സൈലൻസ്. പിഡോഫൈലായ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു 10 വയസ്സുകാരിയെ റേപ്പ് ചെയ്ത് കൊല്ലുകയാണ്. എന്നാൽ ആ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ 23 വർഷങ്ങളാണ് കടന്നുപോയത്. 23 വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് റേപ്പ് ചെയ്യപ്പെട്ട് ക്രൂരമായി മരണപ്പെടുകയാണ്. എന്നാൽ കഥയിലുടനീളം നമുക്ക് മനസ്സിലാകുന്നത് സുഹൃത്തുക്കളായ ആ രണ്ടുപേരല്ല രണ്ടാമത്തെ ഈ ഒരു കൊലപാതകം ചെയ്തത്. ഈ ഒരു കൊലയുടെ ചുരുളഴിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് കുറച്ച് പോലീസുകാർ. കേസ് തെളിയിക്കുന്നതും കുറ്റവാളി ആരാണെന്ന് അറിയുന്നതുമാണ് ഈ ഒരു കഥ പറയുന്നത്. കഥയുടെ അവസാനം അല്പം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് ഉള്ളത്. ജൂലൈ 8 വോൾസൺ എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവം ആസ്പദമാക്കിയാണ് ഈ ഒരു കഥ മുൻപോട്ട് നീങ്ങുന്നത്. കഥയുടെ തുടക്കത്തിൽ സുഹൃത്തുക്കളായ രണ്ടുപേരെയാണ് നമുക്ക് കാണിക്കുന്നത്, ടിമോയും പിയറും. രണ്ടുപേരും അപ്പാർട്ട്മെന്റിലിരുന്ന് ഒരു പ്രത്യേക വീഡിയോ ക്ലിപ്പ് കാണുകയാണ്. അതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ അസോൾട്ട് ചെയ്യുന്നതാണ് ആ ഒരു ക്ലിപ്പിലുള്ളത്. രണ്ടുപേരും കാണുന്നതും ഏറെക്കുറെ ഇതുപോലുള്ള വൾഗർ വീഡിയോസ് ആണ്. വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞ് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവരുടെ കയ്യിലുള്ള ഒരു റെഡ് കാർ എടുത്ത് രണ്ടുപേരും ആ ഒരു നഗരം ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അങ്ങനെ റോഡിൽ യാത്ര ചെയ്യുമ്പോഴാണ് സൈക്കിളും ചവിട്ടി റോഡിൽ യാത്ര ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിയെ അവർ കാണുന്നത്. 10 വയസ്സുള്ള ആ ഒരു പെൺകുട്ടിയുടെ പേരാണ് പിയ. ഇതുപോലുള്ള ഒരു മോശം വീഡിയോ കണ്ടിറങ്ങി ഇവർക്ക് ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ മനസ്സിലൊരു തെറ്റായ ആഗ്രഹം തോന്നി. പതിയെ അവരുടെ ആ ഒരു റെഡ് കാറിൽ അവർ ആ പെൺകുട്ടിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. റോഡിന്റെ സൈഡിനോട് ചേർന്നുള്ള ഒരു ഗോതമ്പ് പാടത്തിനിടയിലൂടെയാണ് പിയ സൈക്കിൾ ചവിട്ടി നീങ്ങിയത്. ഇവരിങ്ങനെ ഫോളോ ചെയ്യുന്നത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിയ സൈക്കിൾ ഒന്ന് സൈഡിലേക്ക് നിർത്തുകയാണ്. ഉടൻ തന്നെ കാറിലുണ്ടായിരുന്ന പിയർ അവൻ കാറിൽ നിന്നിറങ്ങി ആദ്യമേ തന്നെ പിയയുടെ സൗഹൃദത്തോടെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് അയാൾ ആ പെൺകുട്ടിയെ കയറി പിടിച്ചതും പിയ കുതറി മാറി ഓടാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അതിന് സാധിച്ചില്ല. പിയർ അവളെ ബലമായി വലിച്ചിഴിച്ച് ആ ഒരു പാടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ ഒരു പാടത്തിൽ വെച്ച് തന്നെ പിയർ ആ ഒരു 10 വയസ്സുകാരി പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയാണ്. എന്നാൽ പിയറിന്റെ സുഹൃത്തായിട്ടുള്ള ടിമോ അവനാകട്ടെ കാറിൽ നിന്നിറങ്ങി കുറച്ചകലെ മാറി നിൽക്കുക മാത്രമാണ് ചെയ്തത്. തന്റെ സുഹൃത്ത് ചെയ്ത ഈ ഒരു കാര്യത്തിൽ അവൻ ആശ്ചര്യത്തോടെയും പേടിയോടെയും മാത്രമാണ് കണ്ടത്. തന്റെ സുഹൃത്ത് എന്താണ് ചെയ്യുന്നതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. എന്നാൽ ടിമോ പിയറിനെ എതിർക്കാനോ അവനെ തടയാനോ തടുക്കാനോ ശ്രമിച്ചില്ല. മാത്രമല്ല പിയ എന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ ഒരു ഹെഡ്ഫോൺ നിലത്ത് കിടപ്പുണ്ടായിരുന്നു. ടിമോയാകട്ടെ അതും അവന്റെ കയ്യിലെടുത്തു. ഇതേ സമയം ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന് ശേഷം പിയർ ആ പെൺകുട്ടിയുടെ മാപ്പ് പറയുകയായിരുന്നു. എന്നാൽ പിയ അവളുടെ കൈ കൊണ്ട് പിയറിന്റെ മുഖത്തടിക്കുകയും തല്ലാനും തുടങ്ങുകയും ചെയ്തു. ഇതൊക്കെ കൂടി ആയപ്പോൾ ദേഷ്യം വന്ന ആ ഒരു സൈക്കോ പിയർ ആകട്ടെ അവന്റെ കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്ത് പിയയുടെ തലക്കടിച്ച് അവിടെ വെച്ച് തന്നെ അവളെ കൊല്ലുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന് പിയർ ഒന്ന് ഓർത്തത്. പിയർ ആകട്ടെ മരിച്ച ആ ഒരു പിയയുടെ ബോഡി എടുത്തുകൊണ്ട് വന്ന് ടിമോയുടെ അടുത്തേക്ക് വന്ന് അവനോട് സഹായിക്കാൻ പറയെങ്കിലും ടിമോ ആകട്ടെ തിരികെ ഓടി അവന്റെ ആ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയായിരുന്നു. അങ്ങനെ പിയർ ആകട്ടെ ടിമോയുടെ സഹായമില്ലാതെ തന്നെ പിയ ഉപയോഗിച്ച ആ ഒരു സൈക്കിള് പാടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് പിയയുടെ ബോഡി എടുത്തുകൊണ്ട് വന്ന് അവൻ കാറിന്റെ ഡിക്കിയിലേക്ക് ഇടുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു കാറുമായിട്ട് അവിടെ നിന്ന് കടന്നു കളയുകയാണ്. പിയയുടെ ബോഡി എന്താണ് ചെയ്തതെന്ന് നമ്മളിപ്പോഴും കാണിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു സംഭവം നടന്നിട്ട് ഏറെക്കുറെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോവുകയാണ്. പിയർ അവന്റെ ആ ഒരു ചുവന്ന കാറ് ആ ഒരു പാർക്കിന്റെ അരികിൽ നിർത്തിയിട്ടിട്ട് അത് ക്ലീൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് അകലെ നിന്ന് പിയർ ഒരു കാഴ്ച കണ്ടത്. പിയറിന്റെ കൂട്ടുകാരനായിട്ടുള്ള ടിമോ അവന്റെ ബാഗും സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ആ ഒരു നാട് വിടുകയാണ്. ഇത് കണ്ടുകൊണ്ട് നിന്ന പിയർ ആകട്ടെ ടിമോയുടെ പുറകെ ഓടിച്ചെന്ന് അവനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ടിമോ അവനെ മൈൻഡ് ചെയ്യാതെ ആ ഒരു ബസ്സിൽ കയറി പോവുകയാണ്. തന്റെ സുഹൃത്ത് ചെയ്ത കാര്യങ്ങളും ആ ഒരു പെൺകുട്ടിയുടെ കൊലപാതകവും ഈ കാര്യങ്ങളൊക്കെ ടിമോയുടെ മനസ്സിനെ വല്ലാതെ ട്രോമറ്റൈസ് ആക്കിയിരുന്നു. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് ടിമോ നാട് വിടാൻ തീരുമാനിച്ചതും അങ്ങനെ ബസ്സിൽ കയറി നാട് വിട്ടതും. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം നടന്നിട്ടിപ്പോൾ ഏറെക്കുറെ 23 വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോഴാണ് കഥയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ നമ്മളെ കാണിക്കുന്നത്, എലീന. എലീന പതിവ് പോലെ രാവിലെ അവൾ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. എലീനയുടെ രാവിലത്തെ ആ ഒരു നടത്തം ചെന്ന് അവസാനിക്കുന്നതാകട്ടെ ഒരു ഗോതമ്പ് പാടത്തിലാണ്. അതെ, മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട അതേ പാടം തന്നെയാണത്. അതായത് പിയ കൊല്ലപ്പെട്ട ആ ഒരു സ്ഥലം. ആ പാടത്തിന്റെ ഒത്ത നടുവിൽ ഒരു കുരിശ് നാട്ടിവെച്ചിട്ടുണ്ട്. മരിച്ചുപോയ പിയുടെ ഓർമ്മയ്ക്കായിട്ട് അവളുടെ മാതാപിതാക്കൾ വെച്ചതായിരുന്നു അത്. എലീന എന്ന ആ ഒരു സ്ത്രീ വേറെ ആരുമല്ല, നമ്മുടെ ഈ ഒരു പിയുടെ അമ്മയാണ്. അങ്ങനെ എലീന ആ ഒരു സ്ഥലത്തെത്തുകയും കുറെ സമയം ചെലവഴിച്ചതിന് ശേഷം അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവിടെ നിന്ന് സീൻ കട്ടായി അടുത്ത സീനിൽ മൂവിയുടെ മറ്റ് കഥാപാത്രങ്ങളെയാണ് കാണിക്കുന്നത്. ആ നഗരത്തിലെ മറ്റൊരു വീട്ടിൽ സിനിക എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുണ്ട്. തന്റെ മാതാപിതാക്കളുടെ ദേഷ്യത്തിലും വാശിയിലും മുറിയുടെ വാതിലടച്ച് അകത്തിരിപ്പാണ് അവളിപ്പോൾ. ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനാകട്ടെ നിർബന്ധിച്ച് വാതിൽ തുറന്ന് ആ പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് ദേഷ്യപ്പെടുകയായിരുന്നു. സ്കൂളിലെ ക്ലാസ് പല തവണയായിട്ട് കട്ട് ചെയ്ത് ക്ലാസ് ബങ്ക് ചെയ്തെന്ന പരാതി സ്കൂളിൽ നിന്ന് കിട്ടി. അപ്പോൾ അതൊന്ന് ചോദിച്ചാണ് അയാൾ ദേഷ്യപ്പെടുന്നത്. എന്നാൽ സ്കൂളുകാർ കള്ളം പറയുന്നതാണെന്നും താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നുമായിരുന്നു സിനിക്കയുടെ മറുപടി. അതിന്റെ ഒപ്പം തന്നെ തന്റെ അച്ഛനോട് അവൾ തർക്കിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ ഒരു തർക്കത്തിന്റെ ഒടുവിൽ സിനിക അവളുടെ വീട്ടിൽ നിന്നിറങ്ങി അവളുടെ സൈക്കിളും എടുത്തുകൊണ്ട് ദൂരേക്ക് പോയി. അങ്ങനെ പുറത്തേക്ക് പോയ ആ ഒരു സമയത്താണ് പോകുന്ന വഴി സിനിക തന്റെ ഫ്രണ്ടായിട്ടുള്ള മേരിയെ കോൾ ചെയ്തിട്ട് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് സംസാരിക്കുകയാണ്.
അങ്ങനെ അവിടെ നിന്നെല്ലാം ആ ഒരു സീൻ കട്ടായി കഥയിലെ മറ്റൊരു കഥാപാത്രത്തെ കാണിക്കുകയാണ്. ഡേവിഡ് എന്ന പേരുള്ള ഒരു ഡിറ്റക്റ്റീവാണ്. ഡേവിഡ് ആകട്ടെ തന്റെ സീനിയർ ഓഫീസായിട്ടുള്ള ക്രിസ്റ്റിന്റെ റിട്ടയർമെന്റ് പാർട്ടിക്ക് വന്നതായിരുന്നു. പാർട്ടിക്കിടയിൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാം തിമിർത്ത് ആഘോഷിക്കുമ്പോൾ ഡേവിഡ് മാത്രം ഒരു സൈഡിൽ അല്പം സങ്കടത്തോടെയാണ് ഇരിക്കുന്നത്. ഡേവിഡിന്റെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ അതായിരുന്നു അവന്റെ ആ ഒരു സങ്കടത്തിന്റെ കാരണം. ഇതേ സമയത്ത് തന്നെ സിനിക്ക എന്ന ആ ഒരു പെൺകുട്ടി കാണിക്കുകയാണെങ്കിൽ തന്റെ സുഹൃത്ത് മേരിക്ക് വേണ്ടി അവൾ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ വന്ന് മീറ്റ് ചെയ്യാമെന്നാണ് മേരിയോട് സിനിക്ക പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല ഇതിന്റെ കൂടെ ഇന്ന് വൈകിട്ട് താൻ വീട്ടിലേക്ക് വരുന്നില്ലെന്നും തന്റെ സുഹൃത്തായിട്ടുള്ള മേരിയുടെ വീട്ടിലാണ് ഇന്ന് കിടക്കുന്നതെന്നും സിനിക്ക അവളുടെ പേരൻസിന് ഒരു വോയിസ് മെയിൽ അയക്കുകയാണ്. അങ്ങനെ കുറെ സമയങ്ങൾ കടന്നുപോയി. സിനിക്ക കുറെ നേരം നോക്കിയിരുന്നിട്ടും തന്റെ സുഹൃത്ത് മേരി വന്നിട്ടില്ല. സമയം അങ്ങനെ കടന്നുപോയിട്ട് വൈകിട്ടായി. സിനിക്ക തന്റെ സുഹൃത്തിന് വേണ്ടി തന്നെ ആ പാർക്കിൽ നോക്കിയിരിക്കുകയായിരുന്നു. അവസാനം അവൾ മേരിക്ക് ഒരു വോയിസ് മെയിലും അയച്ചു. ഞാൻ കുറെ നേരമായിട്ട് തനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഇനി അധികം നേരം ഇവിടെ നിൽക്കുകയില്ല, ഞാൻ പോവുകയാണ് എന്നാണ് അവൾ ആ വോയിസ് മെയിലിൽ പറഞ്ഞത്. ഇതേ സമയത്ത് തന്നെയാണ് കുറച്ച് അകലെ നിന്ന് ഒരു കാറിൽ ഇരുന്നുകൊണ്ട് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ സിനിക്കയെ നിരീക്ഷിക്കുന്നത് നമ്മൾ കാണുന്നത്. അത് ആരാണെന്ന് നമ്മൾ കാണിക്കുന്നില്ല. മറ്റൊരിടത്ത് റിട്ടയർമെന്റ് പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് സീനിയർ ഓഫീസറായിട്ടുള്ള ക്രിസ്ത്യൻ ഡിറ്റക്റ്റീവ് ഡേവിഡിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അയാളുടെ ഇന്നേ വരെയുള്ള കരിയറിൽ അയാൾക്ക് തെളിയിക്കാൻ കഴിയാതെ പോയ ഒരു കോൾഡ് കേസിന്റെ ഫയല് ക്രിസ്ത്യൻ ഡേവിഡിന് കൈമാറുകയാണ്. ഏകദേശം ഒരു 23 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു 11 വയസ്സുകാരി പെൺകുട്ടിയുടെ കൊലപാതകമാണ് ആ ഒരു കേസ്. അതായത് കഥയുടെ ആദ്യം കണ്ട ആ ഒരു കൊലപാതകം തന്നെ. പെൺകുട്ടിയുടെ ബോഡി കണ്ടെടുത്തതാകട്ടെ ദിവസങ്ങൾക്ക് ശേഷം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു നദിയിൽ നിന്നാണ്. അത് മാത്രമല്ല ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തും അതിന്റെ അടുത്തായിട്ടും ഒരു ചുവന്ന നിറമുള്ള കാർ കണ്ട ഒരു കുട്ടിയും ഇതിന്റെ ഒരു ദൃക്സാക്ഷിയാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും കൊലയാളിയെ ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല. കേസിന്റെ ഡീറ്റെയിൽസും കാര്യവും ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഡേവിഡിന് ഒരു കാര്യം മനസ്സിലായത്. കേസിന് ആസ്പദമായ സംഭവം നടന്ന ദിവസം, അതായത് ജൂലൈ 8, ആ ഒരു ഡേറ്റ് തന്നെയാണ് ഇന്നത്തെ ഡേറ്റും. ഈ ഒരു കാര്യവും വളരെ ഒരു കോയിൻസിഡൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഇതേ സമയം നേരം ഇരുട്ടി രാത്രിയാകാറായി. തന്റെ സുഹൃത്ത് മരിയ പാർക്കിൽ വരാത്തത് കൊണ്ട് സിനിക്കുന്ന ആ ഒരു പെൺകുട്ടി തിരികെ അവളുടെ വീട്ടിലേക്ക് സൈക്കിളും ചവിട്ടി പോവുകയാണ്. ആ ഒരു ഇരുട്ടിൽ സൈക്കിൾ ചവിട്ടി പോകുന്ന സിനിക്കയെ തന്നെ ആരോ ഫോളോ ചെയ്യുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മൾ മുൻപ് കണ്ട ആ ഒരു കാറിലിരുന്ന ആ ഒരു സ്ട്രേഞ്ചറാണ് സിനിക്കയെ ഫോളോ ചെയ്യുന്നത്. പുറകിൽ ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി സിനിക്കയാകട്ടെ സൈക്കിൾ അവിടെ നിർത്തിയിട്ട് ആരാണ് പുറകിലെന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴേക്കും തന്നെ പുറകിലെ ആ ഒരു കാറിൽ നിന്ന് ആ ഒരു സ്ട്രേഞ്ചർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പേടിയോടെ നിൽക്കുന്ന സിനിക്കയെ പിന്നീട് എന്താണ് ചെയ്തതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് സിനിക്ക എന്ന ആ ഒരു പെൺകുട്ടിയുടെ സൈക്കിള് പി എന്ന പെൺകുട്ടി മരണപ്പെട്ട അതേ പാടത്തിലേക്ക് ആ ഒരു സ്ട്രേഞ്ചർ വലിച്ചെറിയുന്നതാണ്. എന്നാൽ ഈ ഒരു സ്ട്രേഞ്ചർ പിയർ ആണെന്ന് നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇതേ സമയം തന്നെ മറ്റൊരിടം കാണിക്കുകയാണ്. കഥയുടെ തുടക്കത്തിൽ കണ്ട ടിമോ എന്നയാൾ നാട് വിട്ടുപോയ അയാളാകട്ടെ മറ്റൊരിടത്ത് ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണ്. ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ടിമോയ്ക്ക് ജൂലി എന്ന ഭാര്യയും 2 പെൺമക്കളുമുണ്ട്. ഇപ്പോൾ ഒരു സന്തോഷകരമായ ഒരു ജീവിതമാണ് ടിമോയുടേത്. അങ്ങനെ തൊട്ടടുത്ത ദിവസം രാവിലെ ഡിറ്റക്റ്റീവ് ഡേവിഡ് ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് എണീറ്റത്. പി എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ട അതേ സ്ഥലത്ത് വെച്ച് തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ സൈക്കിൾ കണ്ടെത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു സൈക്കിൾ കിട്ടി ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഇതിന്റെ ഗൗരവം എന്താണെന്ന് ഡേവിഡിന് മനസ്സിലായി. അങ്ങനെ ഡേവിഡിന്റെ സഹായമായിട്ടുള്ള ജാനിയും സീനിയർ ഓഫീസറായിട്ടുള്ള മാത്യുവും പരിശോധനയ്ക്കായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ഇതേ സമയം തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാത്ത സിനിക്കയുടെ പേരൻസ് വിചാരിച്ചിരിക്കുന്നത് അവരുടെ മകൾ സുരക്ഷിതയായിട്ട് ഫ്രണ്ടിന്റെ വീട്ടിൽ കാണുമെന്നാണ്. അങ്ങനെ ഇതേ സമയം മറ്റൊരിടത്ത് ടിമോയാകട്ടെ വീട്ടിലൊരു ഫംഗ്ഷനിൽ തന്റെ മകളുടെ കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യുകയായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് ടിമോ ടിവിയിലെ ആ ഒരു ന്യൂസ് ശ്രദ്ധിച്ചത്. സിനിക്ക എന്ന പെൺകുട്ടിയെ കാണാനില്ല എന്ന വാർത്തയും ആ ഒരു പെൺകുട്ടിയുടെ ഒരു ബാഗും സൈക്കിളും അവിടെ ഉണ്ടായിരുന്ന ഒരു പാടത്തിൽ നിന്ന് കിട്ടിയെന്നുമായിരുന്നു ആ ഒരു വാർത്ത. വാർത്തയിൽ കാണിച്ച ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് പി എന്ന ആ ഒരു പെൺകുട്ടി മരണപ്പെട്ട അതേ സ്ഥലം തന്നെയായിരുന്നു. ആ ഒരു വാർത്തയും സ്ഥലവും കണ്ടപ്പോൾ ടിമോയ്ക്ക് വല്ലാത്തൊരു ഭയമായി. മാത്രമല്ല പി എന്ന ആ ഒരു പെൺകുട്ടിയുടെ കൊലപാതകവുമായി ഈ ഒരു കേസിന് വല്ലാത്തൊരു സാമ്യമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ ഈ ഒരു വാർത്ത സിനിക്കയുടെ പേരൻസ് ടിവിയിൽ കാണുകയായിരുന്നു. വാർത്തയിൽ കണ്ട ആ ഒരു സൈക്കിൾ കണ്ടപ്പോൾ തന്നെ അത് തങ്ങളുടെ മകൾ സിനിക്കയുടെ സൈക്കിളാണെന്ന് അവർക്ക് മനസ്സിലായി. ഇത് കേട്ടപ്പോൾ തന്നെ ഉടൻ തന്നെ അവർ വല്ലാത്തൊരു ആശങ്കയിലാവുകയാണ്. ഇതേ സമയം വാർത്ത കണ്ട ടിമോയാകട്ടെ വല്ലാത്തൊരു ആശങ്കയിലും ഭയത്തിലും ആ ഒരു പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഡിറ്റക്റ്റീവായിട്ടുള്ള ഡേവിഡും മാത്യൂസും പാടത്തിലെ തൊട്ടരികിലുള്ള ഒരു നദിയിൽ തിരച്ചിൽ നടത്തുകയാണ്. ഇതേ നദിയിൽ വെച്ച് തന്നെയാണ് 23 വർഷങ്ങൾക്ക് മുൻപ് പിയ എന്ന പെൺകുട്ടിയുടെ ബോഡി കിട്ടിയത്. തിരച്ചിലൊക്കെ നടത്താനായിട്ട് ആൾക്കാരെ കുറെ പേരെ കൊണ്ടുവന്നെങ്കിലും സിനിക്ക എന്ന പെൺകുട്ടിയുടെ ബോഡി അവിടെ നിന്ന് അവർക്ക് കിട്ടിയില്ല. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് മാത്യു സംഘവും സിനിക്കയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സിനിക്കയുടെ പേരൻസിനോട് അവളെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു മാത്യു ആദ്യമേ അന്വേഷിച്ചത്. സിനിക്കയ്ക്ക് ബോയ് ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു അവളുടെ അമ്മ മറുപടി പറഞ്ഞത്. അവൾ അങ്ങനെ ഒരു കുട്ടിയല്ലെന്നും ബോയ് ഫ്രണ്ടിന്റെ കൂടെ അങ്ങനെ ഒളിച്ചോടുന്ന ഒരു പെൺകുട്ടിയല്ലെന്നും അവളുടെ അമ്മ പറഞ്ഞു. അന്നേ ദിവസം വൈകിട്ട് രാത്രി ടിമോ കിടന്നുറങ്ങാൻ ശ്രമിച്ചെങ്കിലും അവന് അതിന് സാധിച്ചില്ല.
പുതിയതായിട്ട് കാണാതായ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു അവന്റെ മനസ്സിൽ നിറയെ. അങ്ങനെ ടിമോ ഏകദേശം 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം ഓർത്തെടുക്കുകയാണ്. ടിമോ എന്ന കുട്ടികൾ കളിക്കുന്ന ആ ഒരു പാർക്കിൽ ഒരു ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. ചെറിയ കുട്ടികൾ ആ ഒരു പാർക്കിൽ കളിക്കുന്നത് അവൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവനിരുന്ന ബെഞ്ചിന് തൊട്ടരികിൽ പിയർ വന്നിരുന്നത്. അങ്ങനെ അവിടെ വെച്ചാണ് ഇരുവരും ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. രണ്ടുപേരും അങ്ങനെ പരസ്പരം സംസാരിച്ച് പരിചയപ്പെട്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇരുവർക്കും താല്പര്യം ചെറിയ കുട്ടികളോടാണ്. അതായത് രണ്ടുപേരും പിഡോഫൈൽസ് ആണ്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു പരസ്പര സൗഹൃദം വളരുകയാണ്. അവിടെ നിന്നെല്ലാം സീൻ കട്ടായി ഇപ്പോഴുള്ള ടിമോയാണ് നമ്മളെ കാണിക്കുന്നത്. ടിമോ അവന്റെ ഫാമിലിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനതിന് സാധിക്കുന്നില്ല. സിനിക്ക എന്ന പെൺകുട്ടിയെ കാണാതായതും ആ ഒരു വാർത്തയുമാണ് അവന്റെ മനസ്സിൽ നിറയെ. മാത്രമല്ല ഈ ഒരു കാരണം കൊണ്ട് അവന് ഓഫീസിലും പോകാൻ കഴിയുന്നില്ല. തന്റെ ബോസിനെ വിളിച്ച് ഇന്ന് നാളെയും താൻ വർക്കിന് വരാൻ സാധിക്കത്തില്ലെന്നും അതുകൊണ്ട് തനിക്ക് ലീവ് വേണമെന്നും അവൻ പറയുകയാണ്. ഇതിനൊക്കെ ശേഷം അവൻ തന്റെ ഫാമിലിയുടെ അടുത്ത് നിന്ന് മറ്റൊരു കള്ളം കൂടെ പറയുകയാണ്. ഓഫീസിൽ എനിക്ക് അർജന്റ് ആയിട്ടുള്ള വർക്കുണ്ട്. അപ്പോൾ അതിന്റെ ആവശ്യത്തിന് ഇന്നും നാളെയും എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. നാളെ തന്നെ തിരികെ വരാമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇതേ സമയം തന്നെ വിജനമായ മറ്റൊരു സ്ഥലമാണ് നമ്മളെ കാണിക്കുന്നത്. കാറിൽ സിനിക്കയെ ഫോളോ ചെയ്തു വന്ന ആ ഒരു സ്ട്രേഞ്ചർ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. പെട്ടെന്നായിരുന്നു അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ റിങ് ചെയ്തത്. അത് വേറെ ആരുമല്ല, സിനിക്കയുടെ അച്ഛനാണ് ഫോൺ ചെയ്തത്. അതായത് സിനിക്കയുടെ ഫോൺ തന്നെയാണ് ആ ഒരു സ്ട്രേഞ്ചറിന്റെ കയ്യിലുള്ളത്. അത് കേട്ടതും പെട്ടെന്ന് തന്നെ ആ ഒരു ഫോൺ അയാൾ ദൂരെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിലൂടെ തന്നെ സിനിക്കയെ കാണാതായാലും ഇയാൾക്ക് വലിയൊരു പങ്കുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ സമയം ഏറെക്കുറെ വൈകിട്ടായിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് ഡേവിഡിന്റെ വീട്ടിലേക്ക് ക്രിസ്ത്യൻ എന്ന ആ ഒരു സീനിയർ ഓഫീസർ വരികയാണ്. അയാളുടെ കൂടെ തന്നെ വലിയൊരു പെട്ടിയിൽ ഒരു കേസിന്റെ ഡീറ്റെയിൽസും സാധനങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. 23 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട പിയ എന്ന പെൺകുട്ടിയുടെ കേസ് ഡീറ്റെയിൽസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഡേവിഡിന്റെ കയ്യിൽ അതെല്ലാം കൊടുത്തിട്ട് അയാൾ ഒരു കാര്യം തുറന്നു പറയുകയാണ്. ഇപ്പോൾ കാണാതെ സിനിക്ക എന്ന പെൺകുട്ടി ഉറപ്പായിട്ടും മരണപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കാണാതായ പിയ എന്ന പെൺകുട്ടിയുടെ കേസുമായിട്ട് ഇതിന് വലിയൊരു സാമ്യമുണ്ട്. എനിക്ക് ഉറപ്പാണ് സിനിക്ക എന്ന പെൺകുട്ടി ഉറപ്പായിട്ടും മരണപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഇനി ആ പെൺകുട്ടിയുടെ ബോഡി കണ്ടുപിടിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അടുത്ത സീനിൽ 23 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. പിയറും ടിമോയും ഇപ്പോൾ അവർ പരിചയപ്പെട്ടതിന് ശേഷം ഇപ്പോൾ നല്ല സുഹൃത്തുക്കളാണ്. ടിമോ ഒട്ടുമിക്ക നേരം അവന്റെ സമയം ചെലവഴിക്കുന്നത് പിയറിന്റെ ആ ഒരു ഫ്ലാറ്റിലാണ്. അങ്ങനെ ഒരിക്കൽ രണ്ടുപേരും ആ ഒരു ഫ്ലാറ്റിലിരുന്നപ്പോഴാണ് പിയർ ഒരു കാര്യം ടിമോയോട് പറഞ്ഞത്. നമ്മൾ ഇത്രയും നാളും നല്ല സുഹൃത്തുക്കളായതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഏറെക്കുറെ സെയിം ആണ്. നമുക്ക് രണ്ടുപേർക്കും താല്പര്യവും ഇഷ്ടവും ചെറിയ കുട്ടികളോടാണ്. അതായത് പിയർ പറഞ്ഞു വന്നത് രണ്ടുപേരും പീഡോഫൈൽസ് എന്നാണ്. എന്നാൽ ടിമോയാകട്ടെ പിയർ പറഞ്ഞ ആ ഒരു കാര്യത്തെ എതിർക്കുകയായിരുന്നു. താൻ അത്തരക്കാരനല്ലെന്ന് പറഞ്ഞ് ടിമോ ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റു. ആ ഒരു സമയത്താണ് പിയർ ടിവിയിൽ ഒരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്തത്. ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന അല്പം മോശമായ ഒരു വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോ. എന്നാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകാൻ നിന്ന ടിമോയാകട്ടെ പെട്ടെന്നൊന്ന് നിൽക്കുകയാണ്. അങ്ങനെ തിരികെ സോഫയിലേക്ക് വന്നിരുന്ന് ടിമോയും ആ ഒരു വീഡിയോ താല്പര്യത്തോടെ ഇരുന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്നെല്ലാം ആ ഒരു സീൻ കട്ടായി ഇപ്പോൾ പ്രസന്റ് കാലഘട്ടമാണ് കാണിക്കുന്നത്. സിനിക്ക എന്ന ആ ഒരു പെൺകുട്ടിയുടെ തിരോധനം, ആ പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിന്റെ അന്വേഷണത്തിലാണ് അവിടെയുള്ള പോലീസുകാർ എല്ലാവരും. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട യാതൊരു തുമ്പും ആർക്കും കിട്ടിയിട്ടില്ല. ഇതേ സമയത്ത് തന്നെ പോലീസുകാരുടെ ഇടയിലുള്ള ജാന എന്ന ആ ഒരു പോലീസ് ഓഫീസർ അവർ കണ്ടുപിടിച്ച ചില കണ്ടെത്തലുകളും തെളിവുകളും അവരുടെ മുൻപിൽ വെക്കുകയാണ്. 23 വർഷങ്ങൾക്ക് മുൻപ് പിയ എന്ന പെൺകുട്ടിയെ കാണാതായ ആ ഒരു സ്ഥലത്തിന് ചുറ്റുപാടും ഒരു ചുവന്ന കാർ കണ്ടതായി പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പെൺകുട്ടിയും കാണാതായി. ആ ഒരു കേസിലും ഈ ഒരു ചുവന്ന കാർ ആ ഒരു പരിസരത്ത് കണ്ടതായി പറയപ്പെടുന്നു. ജാന അങ്ങനെ അവൾ നടത്തിയ ആ ഒരു കണ്ടെത്തലുകളിൽ ആ ഒരു കാലയളവിൽ 500ഓളം ചുവന്ന കാറുകൾ രജിസ്റ്റർ ചെയ്തതായിട്ട് കണ്ടെത്തി. ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം ജാന അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനോടെല്ലാം പറയുകയാണ്. അപ്പോഴാണ് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഡേവിഡ് സീനിയർ ഓഫീസറായിട്ടുള്ള ക്രിസ്ത്യൻ നൽകിയ പഴയ ഫയലുകൾ പരിശോധിച്ച് നോക്കിയത്. അങ്ങനെ അത് നോക്കിയപ്പോൾ ഡേവിഡിന് അതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലായി. സംഭവം നടന്ന അന്ന് തന്നെ ചുവന്ന കാറിന്റെ ഉടമസ്ഥരുടെ അവരുടെ ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എല്ലാവരെയും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അന്ന് കാര്യമായിട്ട് യാതൊരു തെളിവുകളും ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ ആ ലിസ്റ്റിലുണ്ടായിരുന്ന കുറച്ചു പേരെ കൂടെ ഇനിയും ചോദ്യം ചെയ്യാനുണ്ടെന്ന് ഡേവിഡ് അവരോട് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ ടിമോ അവന്റെ വീട്ടിൽ നിന്ന് മാറി അവൻ പണ്ട് താമസിച്ച വാൾസൺ എന്ന ആ ഒരു നഗരത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നതേ അവൻ ആദ്യമേ കണ്ടത് അവന്റെ പഴയ സുഹൃത്തായിട്ടുള്ള പിയറിനെയായിരുന്നു. പിയറാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു പാർക്കിന്റെ കെയർടേക്കറാണ് ഇപ്പോഴും. വർഷങ്ങൾക്ക് ശേഷം തന്റെ സുഹൃത്തിനെ കണ്ട സന്തോഷത്തിലായിരുന്നു പിയർ. അങ്ങനെ പിയർ സന്തോഷത്തോടെ അവനെ കൂട്ടി അവന്റെ ഫ്ളാറ്റിലേക്ക് പോയി. അങ്ങനെ അവരുടെ സംസാരത്തിനിടയിൽ ടിമോ ഒരു കാര്യം പിയറിനോട് ചോദിക്കുകയാണ്. ഈയിടെ കാണാതെയ സിനിക്ക എന്ന പെൺകുട്ടിയുടെ ആ ഒരു മരണത്തിനും തിരോധാനത്തിലും നീയാണ് കാരണക്കാരൻ. കാരണം വർഷങ്ങൾക്ക് മുൻപ് പിയ എന്ന പെൺകുട്ടിയെ നീ കൊന്നു കളഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന അതേ സാഹചര്യവും തെളിവുമാണ് ഈ ഒരു കേസിലും. എന്നാൽ പിയർ ആകട്ടെ ടിമോ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളെല്ലാം തള്ളി പറയുകയാണ്. അന്ന് പിയെ കൊന്ന ആ ഒരു അബദ്ധം അവൻ പിന്നീട് ആവർത്തിച്ചിട്ടില്ലെന്നും ടിമോയോട് അവൻ ഏറ്റു പറഞ്ഞു. ഏതായാലും ടിമോ അവന്റെ വാക്കുകളൊന്നും മുഴുവനും വിശ്വസിച്ചിട്ടില്ല. ടിമോയാകട്ടെ അവന്റെ അരികിലിരിക്കുന്നത് മടുപ്പ് തോന്നിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എന്നാൽ ഇറങ്ങാൻ നേരത്ത് പിയർ അവനെ വിളിച്ചു നിർത്തി അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സീഡ് കൊടുക്കുകയാണ്.
ടിമോയ്ക്ക് ഇഷ്ടമുള്ള ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ വീഡിയോ ആണ് ഇതിലുള്ളതെന്ന് പിയർ പറഞ്ഞു. ടിമോയ്ക്ക് ആ ഒരു CD വാങ്ങാൻ താല്പര്യമില്ലെങ്കിലും അവന്റെ ഉള്ളിലെ ആ ഒരു വികാരം കാരണം അവനത് മേടിക്കുകയാണ്. അങ്ങനെ ആ ഒരു CD ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവൻ നേരെ പോയത് ഒരു ഹോട്ടൽ മുറിയിലേക്കായിരുന്നു. അവിടുത്തെ മുറിയിലെ ആ ഒരു TV-യിൽ അവൻ CD ഇട്ട് ആ ഒരു വീഡിയോ അങ്ങനെ കാണാൻ തുടങ്ങി. 23 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായിട്ട് പിയറിനെ കണ്ടപ്പോൾ പിയർ അവന് കാണിച്ചു കൊടുത്ത ആ ഒരു മോശമായ വീഡിയോ തന്നെയാണ് ഇതിലും കണ്ടത്. പക്ഷെ ഈ ഒരു തവണ ടിമോ അത് ആസ്വദിച്ച് കാണാനാണ് തുടങ്ങിയത്. എന്നാൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ടിമോയ്ക്ക് വളരെയധികം കുറ്റബോധവും നിരാശയും ഉണ്ടായി. അത് കണ്ടതിന്റെ പേരിൽ തന്നെ അവൻ അവിടെ പൊട്ടി കരയുക വരെ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ആ ഒരു സീൻ കട്ടായി ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. 23 വർഷങ്ങൾക്ക് മുൻപ് പിയ എന്ന പെൺകുട്ടിയെ കൊന്ന ആ ഒരു ദിവസം ആ ഒരു പെൺകുട്ടിയുടെ ബോഡിയുമായിട്ട് രണ്ടുപേരും കാറിൽ ഒരു പുഴയുടെ അരികിൽ നിൽക്കുകയാണ്. കാറിന്റെ ഡിക്കിയിൽ നിന്ന് പിയയുടെ ബോഡി എടുത്ത് പിയർ നദിയിലേക്ക് എടുത്തെറിയുകയാണ്. എന്നാൽ ടിമോയാകട്ടെ ഒന്നും ചെയ്യാതെ ആ ഒരു കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്നെല്ലാം ആ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ എല്ലാം കഴിഞ്ഞ് ഇപ്പോഴുള്ള ടിമോയെ കാണിക്കുകയാണ്. ടിമോ തിരികെ പിയർ വർക്ക് ചെയ്യുന്ന ആ ഒരു പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ടിമോയാകട്ടെ അവന്റെ അടുത്ത് വന്നിരുന്ന ഒരു കുട്ടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴായിരുന്നു പിയർ അവന്റെ അടുത്തേക്ക് വന്നത്. തന്റെ കൂടെ ഫ്ളാറ്റിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു വീഡിയോ കാണിക്കാമെന്ന് പിയർ ടിമോയോട് പറഞ്ഞു. ടിമോയാകട്ടെ മനസ്സില്ലാ മനസ്സോടെ പിയറിന്റെ പുറകെ അവന്റെ ഫ്ളാറ്റിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ആ ഒരു ഫ്ളാറ്റിന്റെ വാതിലിന്റെ അടുത്തെത്തിയപ്പോൾ ടിമോയ്ക്ക് അകത്തേക്ക് കയറാൻ തോന്നിയില്ല. അവൻ ചെയ്ത തെറ്റും കാര്യങ്ങളെല്ലാം ഓർത്ത് കുറ്റബോധത്തോടെ അവൻ അവിടെ നിന്ന് ഓടി പോവുകയാണ്. ടിമോയാകട്ടെ അവന്റെ കാറും എടുത്തുകൊണ്ട് നേരെ പോയത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. ഇന്ന് തന്നെ പോലീസിനോട് പണ്ട് നടന്ന ആ ഒരു കാര്യങ്ങളെ പറ്റിയെല്ലാം തുറന്നു പറയണമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ കാറിന്റെ വാതിൽ തുറന്ന് അവൻ ഇറങ്ങാൻ നോക്കിയപ്പോൾ അവൻ അതിനും സാധിച്ചില്ല. അങ്ങനെ അവൻ ആ ശ്രമം ഉപേക്ഷിച്ച് അവിടെ നിന്ന് അവന്റെ കാറും കൊണ്ട് പോവുകയാണ്. അവിടെ നിന്ന് ടിമോ നേരെ പോയത് ഈ ഒരു സംഭവം എല്ലാം നടന്ന ആ ഒരു പാടത്തിലേക്കാണ്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധത്തോടെ അവൻ ആ സ്ഥലത്തേക്ക് കുറെ നേരം നോക്കി നിൽക്കുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ടിമോ ഒരു കാര്യം തീരുമാനിച്ചു. മരണപ്പെട്ട പിയയുടെ അമ്മയായിട്ടുള്ള എലീനയെ കാണാനായിട്ട്. അങ്ങനെ ടിമോ എലീനയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ പുതിയതായിട്ട് ഒരു വീട് വാങ്ങാൻ വന്ന ആളാണ് എന്ന് പറഞ്ഞാണ് അവൻ എലീനയെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ എലീന ടിമോയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ടിമോ അവൻ ആരാണെന്നും അവിടെ പുതിയ വീട് നോക്കുന്ന കാര്യമെല്ലാം എലീനയോട് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എലീനയുടെ മക്കളെ പറ്റി ടിമോ ചോദിച്ചത്. അത് കേട്ടപ്പോൾ സങ്കടത്തോടെ എലീന അവൾക്കുണ്ടായിരുന്ന ഏകമകൾ പിയ 23 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട കാര്യം പറയുകയായിരുന്നു. മകളെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം ചോദിച്ചതിൽ സോറിക്ക് പറഞ്ഞിട്ട് ടിമോ അവന്റെ ബിസിനസ് കാർഡ് എലീനയ്ക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. തിരികെ കാറിൽ വന്നിരുന്നപ്പോൾ ടിമോ കുറ്റബോധത്തോടെ പൊട്ടിക്കരയുകയാണ്. എന്നാൽ വീടിനുള്ളിൽ നിന്ന് ജനൽ വഴി എലീന ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന്റെ കരച്ചിലും അവന്റെ ആ ഒരു പ്രവൃത്തിയും കണ്ടപ്പോൾ തന്റെ മകളെ 23 വർഷങ്ങൾക്ക് മുൻപ് കൊന്നത് ഇവനാണെന്ന് എലീനയ്ക്ക് തോന്നി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ക്രിസ്ത്യൻ എന്ന ആ ഒരു സീനിയർ പോലീസ് ഓഫീസർ എലീനയുടെ അടുത്തേക്ക് വരികയാണ്. എലീനയുമായിട്ട് ഇയാൾ ഇപ്പോൾ ഒരു റിലേഷനിലാണ്. തന്റെ മകളെ കൊന്നയാൾ ഇവിടെ വീട്ടിൽ വന്നിരുന്നു എന്നും എലീന അവനോട് പറയുകയാണ്. മാത്രമല്ല അയാൾ അയാളുടെ ബിസിനസ് കാർഡ് തന്നിട്ടാണ് പോയതെന്നും പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ 23 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു ചുവന്ന കാർ ഉപയോഗിച്ചിരുന്ന ആൾക്കാരുടെ ലിസ്റ്റുമായിട്ട് ബാക്കിയുണ്ടായിരുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാനായിട്ട് ഡേവിഡും ജാനയും ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരുന്നു ക്രിസ്ത്യന്റെ അടുത്ത് നിന്ന് ഡേവിഡിന് ഒരു അർജന്റ് കോൾ വന്നത്. അതുകൊണ്ട് ജാനയെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് ഡേവിഡ് അവിടെ നിന്ന് പോവുകയാണ്. ജാനയാകട്ടെ ലിസ്റ്റിലെ പേര് നോക്കി എത്തുന്നത് പിയറിന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ പിയറിന്റെ അടുത്ത് ചെന്ന് പിയറിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണെന്ന് പറഞ്ഞ് ജാന അവന്റെ അടുത്ത് ചെന്നു. ഇതേ സമയം ടിമോയാകട്ടെ വർഷങ്ങൾക്ക് മുൻപ് പിയയെ തള്ളിത്താഴ്ത്തിയ ആ ഒരു നദിയുടെ അരികിൽ അവന്റെ കാറിൽ ഇരിക്കുകയാണ്. ഒന്നും മിണ്ടാതെയാണ് അവൻ ആ കാറിൽ ഇരുന്നത്. പെട്ടെന്നാണ് അവന്റെ വൈഫ് ജൂലിയ അവനെ കോൾ ചെയ്തത്. വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് 3 ദിവസമായി. എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നായിരുന്നു ജൂലിയയുടെ പരാതി. മാത്രമല്ല അവരുടെ മകൾക്ക് കളിക്കിടെ ചെറിയൊരു പരിക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ടിമോയ്ക്കും വല്ലാതെ ഒരു ഭയം വന്നു. അങ്ങനെ കോൾ ചെയ്യുന്നതിന്റെ ഇടയിലാണ് വീടിന്റെ മുൻപിൽ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ജൂലിയ കോൾ കട്ട് ചെയ്തത്. യഥാർത്ഥത്തിൽ അവിടെ വന്നത് ഡിറ്റക്റ്റീവ് ഡേവിഡും ക്രിസ്ത്യനുമായിരുന്നു. ടിമോയെ അന്വേഷിച്ചു വന്നതാണെന്നും അവനെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് വന്നതെന്നും അവർ അങ്ങനെ ജൂലിയയോട് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെയാണ് പിയറിനെ അവന്റെ ഫ്ളാറ്റിൽ വെച്ച് ജാന ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. 1982 തൊട്ട് 1986 വരെ അവൻ ഉപയോഗിച്ച ചുവന്ന കാറിനെ പറ്റിയാണ് ജാന പിയറിനോട് ചോദിച്ചത്. തനിക്ക് ഒരു ചുവന്ന കാർ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പിന്നീടത് വിറ്റ് ബൈക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയെന്നും പിയർ അവളോട് മറുപടി പറഞ്ഞു. അതിനുശേഷം 1983 ജൂലൈ 8 നടന്ന പിയ എന്ന പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിനെ പറ്റിയും ജാന അവനോട് പറഞ്ഞു. ആ ദിവസം താൻ എവിടെയായിരുന്നുവെന്നും ജാന പിയറിനോട് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ അല്പം നെർവസ് ആയിട്ട് പിയർ എന്തോ എടുക്കാൻ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ്. ഇതേ സമയം ടിമോയുടെ വീട് കാണിക്കുകയാണെങ്കിൽ ടിമോയുടെ വൈഫായിട്ടുള്ള ജൂലിയയെ ആ 2 പോലീസുകാരും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ടിമോയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് ക്രിസ്ത്യൻ ഒന്ന് ബാത്റൂമിലേക്ക് പോയത്. പെട്ടെന്നായിരുന്നു ജൂലിയ ഡേവിഡിന്റെ കയ്യിൽ ടിമോയുടെ ഒരു വിസിറ്റിംഗ് കാർഡ് കണ്ടത്. ടിമോയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് പറ്റിയത് അവൾക്ക് പിന്നെ ആശങ്കയായി. എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ടിമോ നാട്ടിൽ നിന്ന് പോയിട്ട് 3 ദിവസമായി. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് എന്നോട് പറയൂ എന്ന് ജൂലിയ ഡേവിഡിനോട് പറഞ്ഞു. എന്നാൽ ഈ ഒരു കേസിനെ പറ്റി ഒന്നും പറയാൻ കഴിയില്ലെന്നും ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണെന്നും ഡേവിഡ് ജൂലിയയോട് പറഞ്ഞു.
ഇതേ സമയം പിയറിന്റെ വീട് കാണിക്കുകയാണെങ്കിൽ അകത്ത് മുറിയിലേക്ക് കയറിപ്പോയ പിയർ ആകട്ടെ ഡ്രോയറിൽ നിന്ന് ഒരു ഡയറി എടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഒരു കത്തിയും അവനവന്റെ പോക്കറ്റിൽ കരുതി. എന്നിട്ട് ജാൻ എന്ന ആ ഒരു പോലീസ് ഓഫീസറിന്റെ അടുത്തേക്ക് വന്നിട്ട് ജൂലൈ 8-ാം തീയതി നടന്ന കാര്യങ്ങൾ അവൻ ഡയറി നോക്കി പറയാൻ തുടങ്ങി. ജാനെ ആകട്ടെ അവന്റെ കയ്യിൽ നിന്ന് ഡയറി വാങ്ങി പരിശോധിച്ചു. പിയർ ഈ ഒരു സമയം അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുക്കാനായിട്ട് ഓങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ അവൻ ആ കത്തി ഉപയോഗിക്കുന്നില്ല. മറു സൈഡിൽ ടിമോയുടെ വീട്ടിൽ ഡേവിഡ് ജൂലിയോട് ചോദിക്കുന്നത് തുടരുകയാണ്. ടിമോയുടെ പാസ്റ്റും അവന്റെ കഴിഞ്ഞ കാലഘട്ടത്തെയും പറ്റി അവൻ ചോദിച്ചത്. അതിനെല്ലാം ജൂലിയ കൃത്യമായി മറുപടി കൊടുത്തു. വോൾസൺ എന്ന നഗരത്തിൽ നിന്ന് സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ തന്നെ 1986-ലാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നീട് ആ ഒരു സമയത്ത് തന്നെ ഞാൻ ടിമോയെ കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ആ ഒരു നഗരത്തിൽ നിന്ന് അവൻ വന്നതിൽ പിന്നെ ടിമോ അവന്റെ പേരിന്റെ അവസാനം മാറ്റി പുതിയൊരു പേരിടുകയായിരുന്നു. ഇതേസമയം പിയറിന്റെ വീട് കാണിക്കുകയാണെങ്കിൽ പിയർ കൊടുത്ത ആ ഒരു ഡയറി മൊത്തം ജാന വായിച്ചു നോക്കുകയാണ്. അത് മുഴുവൻ വായിച്ചു നോക്കിയിട്ടും അവനെതിരെ അതിൽ നിന്ന് ഒന്നും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഡയറിയും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ജാന ആ ഒരു ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. മറു സൈഡിൽ ടിമോയുടെ വീട്ടിൽ ക്രിസ്ത്യൻ എന്ന ആ ഒരു പോലീസ് ഓഫീസർ ബാത്റൂമിൽ പോയിട്ട് ഇതുവരെ തിരികെ വന്നില്ല. അപ്പോൾ അയാളെ തേടി ജൂലിയും ഡേവിഡും അകത്തേക്ക് കയറി ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ടിമോയുടെ ഓഫീസ് മുറിയിലിരുന്ന് അവിടുത്തെ ഫയലും കമ്പ്യൂട്ടറും എല്ലാം പരിശോധിക്കുന്ന ക്രിസ്ത്യനെയാണ്. ടിമോയുടെ കമ്പ്യൂട്ടർ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അയാൾ കണ്ടെത്തിയത്. അയാളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്നത് ചൈൽഡ് പോർണോഗ്രഫി വീഡിയോകൾ മാത്രമായിരുന്നു. ഈ ഒരു കാര്യങ്ങൾ ജൂലിയും കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ അവൾ ഞെട്ടിപ്പോവുകയാണ്. തന്റെ ഭർത്താവ് ഇത്രയും മോശമായൊരു വ്യക്തിയായിരുന്നു എന്ന് ഇപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത്. ഇതേ സമയം ടിമോയാകട്ടെ ആ ഒരു നദിയുടെ കരയിൽ അവന്റെ കാറിൽ വളരെയധികം സങ്കടത്തോടെ ഇരിക്കുകയാണ്. ടിമോയാകട്ടെ നടന്ന കാര്യങ്ങളുടെ കുറ്റബോധത്തിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവന്റെ ആ ഒരു കാറിൽ അവൻ നേരെ ആ ഒരു നദിയിലേക്ക് ഓടിച്ചേർക്കുകയാണ്. അങ്ങനെ വണ്ടിയോടുകൂടെ തന്നെ വെള്ളത്തിൽ മുങ്ങിത്താണ് ടിമോ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് പോലീസും ഇൻവെസ്റ്റിഗേഷൻ സംഘവും ആ ഒരു നദിയുടെ കരയിൽ വന്ന് വെള്ളത്തിൽ നിന്ന് വണ്ടി പൊക്കിയെടുത്ത് ടിമോയുടെ ബോഡി തിരിച്ചെടുക്കുകയാണ്. ക്രിസ്ത്യൻ എന്ന ആ ഒരു സീനിയർ പോലീസ് ഓഫീസർ ടിമോ മരണപ്പെട്ടതിൽ കുറച്ചധികം സന്തോഷിച്ചിരുന്നു. കാരണം പി എന്ന പെൺകുട്ടിയുടെ മരണത്തിലും സിനിക് എന്ന പെൺകുട്ടിയെ കാണാതായതിനും കാരണക്കാരനും കുറ്റവാളിയും എന്ന് പറയുന്നത് ടിമോയാണ് എന്നാണ് അയാൾ വിശ്വസിച്ചത്. സാഹചര്യ തെളിവുകളും കിട്ടിയ തെളിവുകളും വെച്ച് അയാൾ തന്നെ ടിമോയെ കുറ്റവാളിയാക്കിയാണ് ആ ഒരു കേസ് ക്ലോസ് ചെയ്തത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മീഡിയയിലെങ്ങും ഈ ഒരു വാർത്ത നിറഞ്ഞു. 23 വർഷങ്ങൾക്ക് മുൻപ് പി എന്ന പെൺകുട്ടിയുടെ മരണത്തിനും സിനിക എന്ന പെൺകുട്ടിയെ കാണാതായതിലും പിന്നിൽ ടിമോയാണ് എന്നാണ് വാർത്ത നിറഞ്ഞത്. അങ്ങനെ ആ ഒരു കേസൊക്കെ അവസാനിച്ച് കുറച്ച് ദിവസങ്ങൾ കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരു നദിയിൽ ഒരാൾ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് നദിയുടെ ഒരു ഭാഗത്ത് ജീർണിച്ച ഒരു പെൺകുട്ടിയുടെ ശരീരം അയാൾ കണ്ടത്. കാണാതായ സിനിക എന്ന പെൺകുട്ടിയുടെ ബോഡി ആയിരുന്നു അത്. ഉടൻ തന്നെ പോലീസ് ആ സ്ഥലത്തെത്തുകയും ബോഡി റിട്രീവ് ചെയ്യുകയും ചെയ്തു. ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ഈ ഒരു കാര്യം അവർ അങ്ങനെ അധികം വൈകാതെ തന്നെ അറിയിക്കുകയാണ്. സങ്കടത്തോടെയാണ് ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ ഒരു വാർത്ത അറിയുന്നതും ആ ഒരു പെൺകുട്ടിയെ കാണാൻ വരുന്നതും. ഈ ഒരു സമയത്ത് തന്നെയാണ് ഡിറ്റക്റ്റീവ് ഡേവിഡ് സിനിക എന്ന പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ, ചില സാധനങ്ങൾ എടുത്ത് പരിശോധിച്ചത്. അങ്ങനെ അത് പരിശോധിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ഫോട്ടോയിൽ ആ പെൺകുട്ടിയുടെ എന്ന് പറയുന്ന ഒരു ഹെഡ്ഫോണിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ചില സംശയങ്ങൾ തോന്നി ഡേവിഡ് ആകട്ടെ ഈ ഒരു കേസിലെ ദൃക്സാക്ഷി എന്ന് പറയുന്ന ഒരു പയ്യന്റെ ഓഡിയോ ക്ലിപ്പുകൾ കേൾക്കുകയാണ്. അപ്പോഴാണ് അതിൽ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത്. കാറിന്റെ പാസഞ്ചർ സീറ്റിലിരുന്ന ഒരാൾ ഈ ഒരു ഹെഡ്സെറ്റ് വെളിയിലേക്ക് എടുത്തെറിയുന്നത് കണ്ടു എന്നാണ് ആ കുട്ടി പറയുന്നത്. ഇതുകൂടെ കേട്ടപ്പോൾ ഡേവിഡിന് ഒരു കാര്യം മനസ്സിലായി. അന്ന് ഈ കൊലപാതകം ചെയ്യാൻ ടിമോ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അവന്റെ കൂടെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ ഉടനെ തന്നെ ഡേവിഡ് അവന്റെ ബോസ് ആയിട്ടുള്ള ക്രിസ്ത്യന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറയുകയാണ്. ആ ഒരു കാറിൽ അവന്റെ കൂടെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. അയാൾ ഇപ്പോഴും പുറത്ത് സുഖിച്ച് നടക്കുകയാണ്. എന്നാൽ ഡേവിഡിന്റെ ആ ഒരു തിയറിയും അവന്റെ ആ ഒരു കണ്ടുപിടുത്തലുകളും ആ ഒരു ഓഫീസർ തള്ളി പറയുകയായിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ എന്ന് പറയുന്ന ഹെഡ്സെറ്റിൽ നിന്ന് കിട്ടിയ ആ ഒരു DNA-യും ടിമോയുടെ DNA-യും നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ പോലെ അവനാണ് ഈ ഒരു കേസിലെ കൊലയാളി എന്നതിന് ഒരു തെളിവെന്ന് ആ ഒരു സീനിയർ ഓഫീസർ ഡേവിഡിനോട് മറുപടി പറയുകയാണ്. മാത്രമല്ല ടിമോ ഒരു പീഡോഫൈൽ ആണെന്നതിന് തെളിവുണ്ട്. നാടുവിട്ട് വന്നപ്പോൾ അവന്റെ പേരിന്റെ അവസാനം അവൻ മാറ്റിയിരുന്നു. അതും ഇതിനെല്ലാം ഇപ്പോൾ ഒരു തെളിവാണ്. ആ ഒരു സീനിയർ ഓഫീസർ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഡേവിഡ് അവന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഡേവിഡ് മനസ്സിലാക്കിയ ചില തിയറികൾ കൂടെ അവൻ ആ പോലീസ് ഓഫീസറോട് പറഞ്ഞു. ആദ്യത്തെ കൊലപാതകം ഇരുവരും ഒരുമിച്ചായിരുന്നു ചെയ്തത്. അതിന്റെ കുറ്റബോധത്തിലാവണം ടിമോ ഈ നാട് വിട്ടുപോയത്. നാട് വിട്ടുപോയ തന്റെ സുഹൃത്തിനെ തിരികെ കൊണ്ടുവരാനായിട്ട് മറ്റേയാൾ നടത്തിയ കൊലപാതകമാണിത്. കാരണം സിനിക എന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ ആ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. പിഡോഫൈലായിട്ടുള്ള ഒരാൾ ഒരിക്കലും പീഡിപ്പിക്കാതെ അങ്ങനെ ഒരു കൊല നടത്തത്തില്ല. സത്യത്തിൽ അയാൾക്ക് എന്തോന്ന് ആരോടോ പറയാനുണ്ട്. അത് ടിമോയോട് തന്നെയാണ്. അവനെ തിരികെ കൊണ്ടുവരാനായിട്ട് അയാൾ ചെയ്തതായിരുന്നു ഈ ഒരു കൊലപാതകം. ഇതായിരുന്നു ഡേവിഡ് ആ ഒരു പോലീസ് ഓഫീസറിനോട് പറഞ്ഞ ആ ഒരു തിയറി. PM മരണപ്പെട്ട അതേ ഒരു പാറ്റേണിൽ തന്നെ സിനിക്കയും മരണപ്പെട്ടതിന് ഈ ഒരു കാരണമാണ്. പക്ഷേ ഈ ഒരു തിയറി വിശ്വസിക്കാനായിട്ട് സീനിയർ ഓഫീസർ ആയിട്ടുള്ള മാത്യു തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞ് രണ്ടുപേരും പരസ്പരം തർക്കിക്കുകയും ഒരു കയ്യാങ്കളിയിലേക്ക് വരെ എത്തുകയും ചെയ്തു. തന്റെ സീനിയർ ഓഫീസറിനെ തല്ലിയത് കാരണം വൈകാതെ തന്നെ ഡേവിഡിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ അവിടെ നിന്നെല്ലാം സീൻ കട്ടായി മൂവിയുടെ ഫൈനൽ സീനാണ് നമ്മളെ കാണിക്കുന്നത്.
സിനിക എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അതേ കാർ ഒരു ഗ്യാരേജിലേക്ക് ഒരാൾ കയറ്റിക്കൊണ്ടു പോവുകയാണ്. ആ ഒരു വണ്ടി ഉപയോഗിച്ചത് വേറെ ആരും തന്നെയല്ല, പിയർ ആണ്. അതെ, സിനിക എന്ന പെൺകുട്ടിയുടെ മരണത്തിന്റെ കാരണക്കാരനും കൊലയാളിയും എന്ന് പറയുന്നത് പിയർ തന്നെയായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ പിയർ ആകട്ടെ കാറിന്റെ താക്കോലായിട്ട് അയൽവക്കത്തുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു കാർ ആ ഒരു സ്ത്രീയുടേതായിരുന്നു. പിയർ അവന്റെ ആവശ്യത്തിനായിട്ട് അത് ഉപയോഗിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു ആ ഒരു സ്ത്രീ പത്രത്തിൽ കണ്ട ഒരു വാർത്തയെപ്പറ്റി പിയറിനോട് പറഞ്ഞത്. പിഡോഫൈലായ ടിമോ എന്നയാൾ ആത്മഹത്യ ചെയ്ത കാര്യമാണ് ആ ഒരു സ്ത്രീ പറഞ്ഞത്. സത്യത്തിൽ ആ ഒരു വാർത്ത കേട്ട് പിയർ ഒന്ന് ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ടിമോ മരണപ്പെട്ട ആ ഒരു കാര്യം അപ്പോൾ മാത്രമായിരുന്നു പിയർ അറിഞ്ഞത്. ആ ഒരു വാർത്തയാകട്ടെ പിയറിനെ വല്ലാതെ തളർത്തി. തന്റെ പ്രവൃത്തി കൊണ്ട് തന്റെ സുഹൃത്ത് മരണപ്പെടുമെന്ന് പിയർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. സുഹൃത്തിന്റെ മരണത്തിൽ വിഷമിച്ച് പിയർ തിരികെ അവന്റെ ഫ്ളാറ്റിലേക്ക് കയറി പോവുകയാണ്. ഇങ്ങനൊരു സീൻ കാണിച്ചാണ് ഈ ഒരു മൂവി ഇവിടെ എൻഡ് ചെയ്യുന്നത്. മൂവിയുടെ അവസാനം നിങ്ങളെപ്പോലെ തന്നെ ഒരു നല്ല എൻഡിംഗ് ആയിരുന്നു ഞാനും പ്രതീക്ഷിച്ചത്. എങ്കിലും അല്പം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആയിരുന്നു ഈ മൂവിയുടെ അവസാനം. യഥാർത്ഥത്തിൽ കുറ്റവാളിയായിട്ടുള്ള ഒരാൾ രക്ഷപ്പെടുകയും അവന്റെ കൂടെ നിന്ന് അവന്റെ സുഹൃത്ത് ഇതിൽ മരണപ്പെടുകയുമാണ് ചെയ്തത്. കഥയുടെ അവസാനം ഇവിടെ മരണപ്പെട്ട കുട്ടിക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയും പിയർ ചിലപ്പോൾ അവന്റെ ഈ ഒരു കൊലയുമായിട്ട് മുൻപോട്ട് പോകുമെന്നാണ് പറയാതെ ഈ ഒരു കഥ പറയുന്നത്. ഈ ഒരു കഥയെപ്പറ്റിയുള്ള അഭിപ്രായം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു മൂവിയുമായിട്ട് വീണ്ടും കാണാം.